മാരേജ് ചെയ്തിട്ടില്ല, ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ ഇവൾ പറയുന്നുണ്ട് അവളെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഒരു മിനിമം ഒരു 7 വർഷമെങ്കിലും തടവ് കിട്ടാനുള്ള ഒരു ശിക്ഷയാണ്. പക്ഷേ നമസ്കാരം. ബാല എലിസബത്ത് വിഷയത്തിൽ ബാല മിക്കവാറും പെടും എന്നാണ് തോന്നുന്നത്. ബാലേണ്ണ, മിക്കവാറും നിങ്ങൾ ജയിലിൽ കിടക്കേണ്ട എല്ലാ വഴികളും തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് 2 ദിവസം മുമ്പ്, ഇന്നലെയാണെന്ന് തോന്നുന്നു, നമ്മുടെ മറുനാടനിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ഈ പറയുന്ന അഡ്വക്കേറ്റ് ശൈല റാണി ആയിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഫാമിലി ലോയറാണ് പുള്ളി. ഏതാണ്ട് 25 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഫാമിലി ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇവരുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഈ പറയുന്ന നമ്മുടെ മറുനാടനിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ എലിസബത്തിന് പിന്നെ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് എത്രയും വലിയ ഒരു ഒഫൻസ് ആണ്, അല്ലെങ്കിൽ ഏതാണ്ട് 7 കൊല്ലം വരെ ജയിലിൽ കിടക്കാൻ പറ്റുന്ന ഒരു ശിക്ഷയാണ് ബാല ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ അഡ്വക്കേറ്റ് പറയുന്നത്. മനസ്സിലായോ? അപ്പം ആ ഒരു സംഭവം കേട്ടു നോക്കാം. അതുമല്ല, ഇതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് കേട്ടുകൊണ്ട് ഇതിനെ കുറിച്ച് നമുക്ക് പ്രതികരിക്കാം. ഓക്കെ. ആരോപണം എന്ന് പറയുന്നത് നമ്മളെ മാരേജിനെ കുറിച്ച് തന്നെയാണ്. തോന്നുന്നു മാരേജിനെ ഡിനേ ചെയ്യാണ്. ഞാൻ മാരേജ് ചെയ്തിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന്. ഞാൻ ഫാമിലി ലോ മാത്രം നോക്കുന്ന അഡ്വക്കേറ്റ് ആണ്. അപ്പൊ രണ്ടുപേരും രണ്ട് ഹിന്ദുക്കൾ, എനിക്ക് എലിസബത്ത് ഉദയൻ ഹിന്ദു ആണോ അറിയത്തില്ല, 2 ഹിന്ദുക്കൾ തമ്മിൽ താലി കെട്ടുക അല്ലെങ്കിൽ മാല ഇടുക ഹിന്ദു കസ്റ്റം ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വാലിഡ് മാരേജ്. അങ്ങനെയാണ് ആദ്യമേ തന്നെ ഇതിൽ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരീഡ് ചെയ്തിട്ടില്ല എന്നാണല്ലോ ഈ പറയുന്ന ബാല പറയുന്നത്. അതായത് ഹിന്ദു മത ആചാരപ്രകാരം അങ്ങോട്ട് മാല ഇട്ടാൽ മതി, അത് തന്നെ ഒരു ഭാര്യ ഭർത്താക്കളാണ് എന്നാണ് ഈ അഡ്വക്കേറ്റ് പറയുന്നത്. അതുമല്ല, ഇവരുടെ അനുവാദമില്ലാതെ മറ്റൊരു വിവാഹത്തിലേക്ക് ബാല പോയതും അതും നിയമപരമായിട്ട് കുറ്റകരമാണെന്നാണ് ഈ അഡ്വക്കേറ്റ് പറയുന്നത്. ബാക്കി കേൾക്കാം. പ്രശ്നങ്ങൾ പിന്നെയും അതിനകത്തുണ്ട്. പിന്നെ അവൾ അതിനകത്ത് മാരേജ് ചെയ്തിട്ടില്ല, ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ ഇവൾ പറയുന്നുണ്ട് അവളെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിലെ റേപ്പ് ആണെങ്കിൽ നമ്മൾ മാരിറ്റൽ റേപ്പ് എന്ന് പറയും. അത് ഇന്നത്തെ കാലത്തിൽ ക്രിമിനലൈസ് ചെയ്തിട്ടില്ല. അത് നമ്മുടെ ഇന്ത്യയിൽ ഇതിൽ വളരെ വിദേശ രാജ്യങ്ങളിലേക്ക് ക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ അത് ചെയ്താത്തോളം കാലം മാരിറ്റൽ റേപ്പ് ഒരു ക്രൈം അല്ല. എന്താ പറയുക, ഹസ്ബൻഡ് ക്യാൻ റേപ്പ് എന്നാണ് നിയമ സംവിധാനം പറയുന്നത്. ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഹസ്ബൻഡിന് ഭാര്യയെ റേപ്പ് ചെയ്യാമെന്നാണ് ഈ അഡ്വക്കേറ്റ് പറയുന്നത്. ശരിയായിരിക്കാം, എനിക്കറിയത്തില്ല. അപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അങ്ങനെയൊന്നും അല്ല, അതൊരു കേസാണ്. പക്ഷെ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഇപ്പം ഭാര്യയ്ക്ക് ഇപ്പം വഴങ്ങിയില്ലെങ്കിൽ ഭർത്താവിന് വേണമെങ്കിൽ അവരുടെ കൺസെന്റ് ഇല്ലാതെ എന്ത് ചെയ്യാം, റേപ്പ് ചെയ്യാമെന്നാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് പറയുന്നത്. അതുമല്ല, ഇവര് പറയുന്ന ഇതിപ്പം കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കൂടി, ഇപ്പം ബാലയെ അതായത് എലിസബത്തിനെ കല്യാണം കഴിച്ചിട്ടില്ലെന്നായിരുന്നു കരുതിക്കോ, അതിനുശേഷം ഇവര് ഈ പറയുന്ന അവളെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള എലിസബത്ത് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ബാല അടപടലം പെടുമെന്നാണ് ഈ അഡ്വക്കേറ്റ് പറയുന്നത്. ഒന്നുകൂടി കേൾക്കാം. പക്ഷേ അതുണ്ടെങ്കിൽ ഈവൺ ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലാണെങ്കിലും അവളുടെ കൺസെന്റ് ഇല്ലാതെ അവളെ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ്സെൽഫ് ഇസ് എ റേപ്പ്. അതൊരു വളരെ ഒരു ക്രൈം തന്നെയാണ്. പക്ഷെ ഇതിന്റെ ആരോപണം ഉന്നയിക്കേണ്ടതും അല്ലെങ്കിൽ പരാതി കൊടുക്കേണ്ടതും ഒരു വ്യക്തി എന്ന് പറയുന്നത് എലിസബത്ത് തന്നെയാണ്. എലിസബത്ത് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം, അതായത് ഇവര് പറയുന്നത് ഇനിയിപ്പം ലിവിങ് ടുഗദറിലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മാരേജ് ആയ ഒരാളെ വേണമെങ്കിൽ ഹസ്ബൻഡിന് വേണമെങ്കിൽ റേപ്പ് ചെയ്യാം, അതൊരു ക്രിമിനൽ കുറ്റമല്ലെന്നാണ് ഈ വക്കീൽ പറയുന്നത്. ആയിരിക്കാം, വക്കീലല്ലേ. അപ്പൊ ഇപ്പൊ ഇവര് മാരീഡ് അല്ലാന്ന് വെച്ചു, ഇപ്പൊ ഇവരെന്താണ് ഈ പറയുന്ന ലിവിങ് ടുഗദറിലായിരുന്നപ്പോ അവളുടെ കൺസെന്റ് ഇല്ലാതെ ചെയ്യുന്നതും അവളുടെ കൺസെന്റ് ഇല്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും അതൊരു റേപ്പായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം എന്നാണ് വക്കീൽ പറയുന്നത്. ബാക്കി എലിസബത്തും ബാലയും തമ്മിലുള്ള ഇന്റിമേറ്റ് വീഡിയോകൾ, ചിത്രങ്ങളൊക്കെ പബ്ലിക് ആക്കുമെന്ന് ബാല ഭീഷണിപ്പെടുത്തിയെന്നാണ്. ഞാനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായി കേൾക്കുന്ന ഒരു വാക്കൊന്നും ആയിരിക്കില്ല. എല്ലാ തരത്തിലും സ്ത്രീകളുടെ ശരീരം എക്സ്പോസ് ചെയ്യപ്പെട്ടാൽ അവളുടെ മാനം ഇടിഞ്ഞു പോകും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ള ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് പേടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. ഒരുപാട് സ്ത്രീകളുണ്ട് ഇങ്ങനെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ എടുത്ത് പോയ വീഡിയോയോ ഫോട്ടോയോ പിന്നീട് ഒരു ടൂളായി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരാതിരിക്കാനുള്ള ഒരു കീ ആയിട്ട് ഇതിനെ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സ്ത്രീകൾക്ക് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ? കാര്യം നമുക്കിത് കുറച്ച് അധികം സ്ത്രീകൾക്ക് കൂടി ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്ന പോലെ ആയിരിക്കണം.
അതായത് ഇവരിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കിടപ്പറ പിന്നെ ചിത്രങ്ങൾ പുറത്തു വിടുമെന്ന് ബാല പറഞ്ഞതായിട്ട് ആര് പറയുന്നുണ്ട്? എലിസബത്ത് പറയുന്നത്. എലിസബത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ പല വീഡിയോസും ബാലേരിയയിൽ ഉണ്ട്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ഇങ്ങനെ ഒരാൾ പറഞ്ഞു, നമുക്കറിയാലോ പല ഇവരിത് പറയുന്നതനുസരിച്ച് പല ഇപ്പം ഈ പറയുന്ന കമിതാക്കൾ എവിടെയെങ്കിലും പോയി അവർ സെക്ഷലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ഈവൻ ചാറ്റ് ആയിക്കോട്ടെ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് നീ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇത് പുറത്തു വിടുമെന്ന് ത്രട്ടൺ ചെയ്യുന്നവർക്കുള്ള മറുപടി അതിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ് അഡ്വക്കേറ്റ് വളരെ വിശദമായിട്ട് പറഞ്ഞത്. അതുപോലെ ഇതിങ്ങനെ ചെയ്യുന്നവർക്ക് എത്ര വർഷത്തെ ശിക്ഷ വരെ, എത്ര കാലം വരെ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും, അതിനെക്കുറിച്ചും ഈ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്. കേൾക്കാം. എന്താണ് ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ഭീഷണി നേരിട്ടാൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം? ഇനി അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ എന്തൊക്കെയാണ്? നിയമപരമായിട്ട് ഒരു IT ആക്ട് സെക്ഷൻ 67A പ്രകാരം അതൊരു ക്രൈമാണ്. അതായത് ട്രാൻസ്മിറ്റിംഗ് അല്ലെങ്കിൽ പബ്ലിഷിംഗ് സെക്ഷൽ നമ്മുടെ ലൈംഗികമായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് വളരെ സീൻസ്, വീഡിയോസ് ആവട്ടെ, ഫോട്ടോസ് ആവട്ടെ, ഇതെല്ലാം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത്, ഇതെല്ലാം വന്നിട്ട് IT ആക്ട് പ്രകാരം സെക്ഷൻ 67 പ്രകാരം കുറ്റകരമാണ്. അത് പ്രകാരം ഒരു മിനിമം ഒരു 7 വർഷമെങ്കിലും തടവ് കിട്ടാനുള്ള ഒരു ശിക്ഷയാണ്. പക്ഷെ മിനിമം 7 വർഷം വരെ തടവ് കിട്ടാനുള്ള ഒരു ശിക്ഷയാണ്, അതൊരു ക്രൂരകൃത്യമാണ് ആര് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന ബാല ചെയ്തിരിക്കുന്നത്. അതായത് എലിസബത്ത് ഒന്ന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെ എലിസബത്ത് എന്തും വരട്ടെ കാറിനടുത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ സത്യം പറയാൻ നമ്മുടെ ആക്ടർ ഈ ബാലയെണ്ണം കുടുങ്ങും എന്നുള്ളത്. അതായത് ഒന്നാമത്തെ കേസ് റേപ്പ്, മനസ്സിലായോ? ഇപ്പം മാരീഡ് ആണെങ്കിൽ ഇത് റേപ്പ് ഒരു ക്രിമിനൽ കുറ്റമായിട്ട് കണക്കാക്കുന്നില്ല. ഭാര്യയെ വേണമെങ്കിൽ ഭർത്താവിനെ റേപ്പ് ചെയ്യാമെന്നാ പറയുന്നത്. ഇനിയിപ്പോ മാരീഡ് അല്ലാന്ന് വെച്ചാൽ ഇപ്പൊ ഈവൻ ഇവർ ലിവിംഗ് ടുഗദറിൽ ഇരുന്ന സമയത്ത് പോലും ഇവരുടെ കൺസെന്റ് ഇല്ലാതെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ തൊടുന്നത് ലിവിംഗ് ടുഗദറിൽ ഇരിക്കുന്ന പാർട്ണർ ആയിക്കോട്ടെ അതൊരു റേപ്പായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുമല്ല ഇവരുടെ സ്വകാര്യ നിമിഷങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോസ് പുറത്തു വിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതും ഏറ്റവും വലിയ ഒരു അതായത് ഇങ്ങനെ ഒരു തെളിവ് സഹിതം എലിസബത്ത് കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാല കുടുങ്ങും എന്നുള്ളതാണ്. നമുക്കറിയില്ല ഇപ്പോഴത്തെ നിയമങ്ങളെല്ലാം പെണ്ണിന് അനുകൂലമാണ് അല്ലെ. ഇതിനൊരു എന്തെങ്കിലും ഇനിയിപ്പോ ഈ പറയുന്ന ബാല പറഞ്ഞ എന്തെങ്കിലും വോയിസ് ഈ അഡ്വക്കേറ്റ് എടുത്ത് പറയുന്നുണ്ട്, ഈ പറയുന്നത് സത്യമാണെങ്കിൽ എനിക്കും അതാ പറയുള്ളത്. അതായത് എലിസബത്ത് പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ അല്ല അതിന് തെളിവുണ്ട്. സത്യമായിട്ടും കാര്യമില്ല, അതിന് തെളിവ് വേണം. നമ്മൾ വെറുതെ വന്നിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ബാല ഇങ്ങനെ പറയുന്നടി എന്റെ ഈ വീഡിയോ ഉണ്ട്, നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എടുത്ത് പുറത്തിടും എന്ന് പറയുന്ന ഒരു തെളിവെങ്കിലും എലിസബത്തിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഈവൻ അതത് ചാറ്റായാലും മതിയാവും, ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി ആരല്ല ദൈവം തമ്പുരാൻ വന്ന് ബാലയ്ക്ക് അനുകൂലമായിട്ട് വാദിച്ചാൽ കൂടി, ബാലയ്ക്ക് ഇപ്പൊ തന്നെ വക്കീലുണ്ട്, ആരൊക്കെ വന്ന് വാദിച്ചാലും ശരി, ഒരു 7 കൊല്ലത്തെ മിനിമം ഒരു 7 കൊല്ലത്തെ തടവ് ബാലയ്ക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. അത് മിക്കവാറും ബാല ഈ ഉള്ളയിലകത്ത് കിടക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എലിസബത്തിനോട് പറയാനുള്ള ഇത്രയാണ്, എന്തായാലും ഇറങ്ങി തിരിച്ചു. ഇതുപോലൊക്കെ ത്രെട്ടണിങ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് പുള്ളി അവിടെ നിന്നിട്ട് പറയുകയാണ് ഞാൻ ഇത് പുറത്തോട്ട് ഇങ്ങനെ ത്രെട്ടണിങ് കേട്ട ഇവന് ഇത് വെച്ചൊരു ടൂളാക്കി വെച്ചുകൊണ്ട് താങ്കളെ എന്തും ചെയ്യാം, അല്ലെങ്കിൽ ഏത് രീതിയിലും താങ്കളെ വരുതിയിലാക്കാം എന്നൊരു ചിന്ത അവന് കാണും. അപ്പൊ അങ്ങനെ ഒരു തെളിവ് താങ്കളെ ഇപ്പോ റേപ്പ് ചെയ്തതായിട്ട് താങ്കളുടെ കൺസെന്റ് ഇല്ലാതെ താങ്കളുടെ ദേഹത്ത് തൊട്ടതായിട്ട് താങ്കൾക്ക് തെളിവുണ്ട്. അതുമല്ല മറ്റൊരു സർവന്റിന്റെ ഫ്രണ്ടിൽ വെച്ച് എന്നെ സെക്ഷലായിട്ട് അബ്യൂസ് ചെയ്തു എന്ന് പറയുന്നതിൽ എലിസബത്തിന്റെ കയ്യിൽ തെളിവുണ്ട് എങ്കിൽ കൃത്യമായിട്ടും ഉറപ്പായിട്ടും കൊണ്ട് ഈ വക്കീലിനെ തന്നെ കണ്ടാൽ മതി. വക്കീൽ തയ്യാറാണെന്ന് പറഞ്ഞു. ഈ വക്കീലിനെ തന്നെ കണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ബാലയെണ്ണൻ ഉറപ്പായിട്ടും കുടുങ്ങും എന്നുള്ളതാണ്. അപ്പോ ബാലയെടുത്ത് പറയാനുള്ളത് ഇതൊരു ചെറിയ കേസല്ല, പണ്ട് കളിച്ചതുപോലെയൊന്നും അല്ല. പണ്ട് പണത്തിന്റെ ഇവിടെ ഇതിനകത്തൊന്നും പണം എറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു പെണ്ണ് വന്ന് കൊണ്ട് കേസ് കൊടുത്ത വിത്ത് തെളിവ് അടക്കം എന്നെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ പിന്നീട് സ്വകാര്യ നിമിഷങ്ങളിലെ വീഡിയോസ് ബാലയുടെ കയ്യിലുണ്ട്, അത് പുറത്താക്കുമെന്ന് എന്നെ ത്രട്ടൺ ചെയ്യുന്നു, എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെളിവടക്കം ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ 101% ബാല എണ്ണ അഴിയെന്നും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.